പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും ഇങ്ങനെ കൂടിയിരിക്കുകയാണ്. കൂട്ടത്തിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവും ഉമർ റളിയല്ലാഹു അൻഹുവും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഉണ്ട്. അങ്ങനെ എല്ലാവരും കൂട്ടത്തിൽ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ കൂട്ടത്തിൽ നിന്നും എണീറ്റ് പോവുകയുണ്ടായി. വളരെ ഭയത്തോടെ നോക്കി നിൽക്കുന്ന സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ വിദൂരത്തേക്ക് പോകുന്നത് നോക്കി ആ കൂട്ടത്തിൽ നിന്നും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എണീറ്റ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിന്തുടർന്ന് പോകുന്നുണ്ട്. അങ്ങനെ ബനൂ നജ്ജാർ എന്ന ഗോത്രത്തിലെ ഒരു അൻസാരിയുടെ വലിയൊരു തോട്ടം കണ്ടു. അങ്ങനെ അതിന്റെ ചുറ്റുപുറവും ഇങ്ങനെ നടന്നു നോക്കുമ്പോൾ വലിയ വലിയ മതിൽക്കെട്ടുകളാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചുറ്റുപുറവും നടന്നിട്ടും അവിടെ ഒരു വാതിൽ പോലും കാണുന്നില്ല. അങ്ങനെ ആ മതിൽക്കെട്ടിന്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു കിണർ ശ്രദ്ധയിൽപ്പെട്ടു. അങ്ങനെ ആ കിണറിൽ നിന്നുള്ള വെള്ളം നേരെ ഈ മതിൽക്കെട്ടിന്റെ ഒരു ദ്വാരത്തിലൂടെ അതിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നുണ്ട്. അങ്ങനെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അത് നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. പെട്ടെന്ന് തന്നെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആ ദ്വാരത്തിന്റെ ഉള്ളിലൂടെ ആ മതിൽക്കെട്ടിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ പ്രവേശിച്ചു. അപ്പൊ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവിടെ കാണാനിടയായി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ട ഉടനെ തന്നെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന് നല്ല സന്തോഷമായി. അങ്ങനെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് ഇങ്ങനെ ചെല്ലുമ്പോ നബി തങ്ങള് തിരിഞ്ഞുകൊണ്ട് ചോദിച്ചു, ആരായത്? അബൂ ഹുറൈറയാണോ? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തിരിച്ചു പറഞ്ഞു, അതേ നബിയെ, ഞാൻ അബൂ ഹുറൈറയാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, എന്താ അബൂ ഹുറൈറ ഈ സമയത്ത്? അങ്ങനെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നബി തങ്ങളോട് പറഞ്ഞു, നബിയെ, അങ്ങ് ആ സദസ്സിൽ നിന്ന് എണീറ്റ് പോന്നപ്പോ ഞങ്ങളെല്ലാവരും ഭയപ്പെട്ടു. അങ്ങ് ഞങ്ങളെ വിട്ട് വിദൂരത്തേക്ക് പോവുകയാണോ എന്ന് ഞങ്ങൾ ഒരു നിമിഷം ഭയപ്പെട്ടു പോയി. എന്റെ കൂടെ ബാക്കിയുള്ളവരൊക്കെ പുറത്തുണ്ട്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഉടനെ തന്നെ തന്റെ കാലിലിരുന്ന ചെരുപ്പ് എടുത്തിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, അബൂ ഹുറൈറ, നിങ്ങൾ ഈ ചെരുപ്പ് കൊണ്ട് പോവുക. എന്നിട്ട് ആരെയാണ് ആദ്യം കാണുന്നത്, അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മനസ്സിൽ ഉറപ്പിച്ച് വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ അയാള് സ്വർഗാവകാശിയാണെന്ന് അയാളോട് പറയുക എന്ന് പറഞ്ഞു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് കയ്യിൽ കൊടുത്ത ചെരുപ്പുമായിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആ ദ്വാരത്തിലൂടെ പുറത്തേക്ക് വരികയാണ്. അങ്ങനെ ആദ്യം കണ്ടുമുട്ടുന്നത് ഉമർ റളിയല്ലാഹു അൻഹുവിനെയാണ്. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മനസ്സിൽ ഉറപ്പിച്ച് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വർഗാവകാശിയാണെന്ന് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞ ഉടനെ തന്നെ ഉമർ റളിയല്ലാഹു അൻഹു അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ നെഞ്ഞിന്റെ ഭാഗത്തേക്ക് ഒരു അടി അടിച്ചു. ആ അടിയുടെ ശക്തി കൊണ്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിലത്തേക്ക് കൂര കുത്തി വീഴുന്ന സ്ഥിതിയില് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വീഴുന്നുണ്ട്. അങ്ങനെ അതിന് വേദന സഹിക്കാൻ വയ്യാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് പോകാൻ പറയുന്നുണ്ട് ഉമർ റളിയല്ലാഹു അൻഹു. ആ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു പോകാൻ പറയുന്നുണ്ട്. അങ്ങനെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് തിരികെ പോകുന്നുണ്ട്. അങ്ങനെ അവിടെ എത്തിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് കരഞ്ഞുകൊണ്ട് ചെല്ലുകയാണ്. നബി തങ്ങൾ ചോദിച്ചു, അല്ല അബൂ ഹുറൈറ, നീ എന്താ ഈ കരഞ്ഞിട്ട് വരുന്നത്? എന്താ നിന്റെ പ്രശ്നം? അങ്ങനെ ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, എന്നെ ഉമർ എന്നെ നെഞ്ഞത്തേക്ക് തല്ലി. ഞാന് അങ്ങ് പറഞ്ഞ കാര്യം ഉമറിനോട് പറഞ്ഞപ്പോ ഉമർ എന്നെ നെഞ്ഞത്തേക്ക് തല്ലി, എന്റെ ഊര നിലത്ത് കെത്തി ഞാൻ വീണുപോയി എന്ന് പറഞ്ഞു. ആ സമയത്ത് തന്നെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, ഉമറെ, എന്താ നീ അങ്ങനെ ചെയ്തത് എന്ന് ചോദിച്ചു. നബിയെ, അങ്ങ് അബൂ ഹുറൈറയോട് ആരെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് കൽബിൽ ഉറപ്പിച്ച് വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ അയാള് സ്വർഗാവകാശിയാണെന്ന് പറഞ്ഞിരുന്നു. നബി തങ്ങൾ പറഞ്ഞു, അതെ, ഞാൻ പറഞ്ഞിരുന്നു. എന്നാ നിങ്ങൾ ഒരിക്കലും അങ്ങനെ പറയരുത്. കാരണം ജനങ്ങള് ഇത് കേട്ട് കഴിഞ്ഞാല് അവര് നിസ്കാരവും മറ്റു കാര്യങ്ങളും ഉപേക്ഷിക്കും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഉമർ റളിയല്ലാഹുവിനോട് പറഞ്ഞു, നിങ്ങൾ ഇത് വേറൊരാളോടും പറയരുത്. ജനങ്ങളെ നിസ്കാരവും മറ്റുമൊക്കെ ആയി കഴിഞ്ഞു കൂടിക്കോട്ടെ. ഈ ചരിത്രത്തിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടത്, ഒരാള് പരിശുദ്ധമായ ദീനിൽ ഇസ്ലാമിൽ അടിയുറച്ച് വിശ്വസിച്ച് മറ്റു ഫർളായ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിലും തീർച്ചയായും അവനൊരു ശാശ്വതമായ ഇതുപോലത്തെ ഹദീസുകൾ കേട്ട് മറ്റുള്ളവരുടെ ആഖിറ വിജയത്തിന്റെ
ഇലാഹില്ലല്ല എന്ന് വിശ്വസിക്കാൻ മാത്രമാണെന്ന് ഒരിക്കലും മനസ്സിലാക്കരുത്. മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് ഒരു സഹാബി ഇതുപോലത്തെ ഹദീസ് കേട്ടിട്ട് വരുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നബിയെ, ലാ ഇലാഹില്ലല്ല എന്നുള്ളത് സ്വർഗത്തിന്റെ താക്കോലല്ലേ? പല്ലില്ലാത്ത താക്കോലുകൾ ഉണ്ടോ? ഏതൊരു താക്കോലിനും പല്ലുണ്ടാവും. അതുപോലെയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതിനും ചില പല്ലുകളുണ്ട്. നിങ്ങൾ കൊണ്ടുവരുന്ന താക്കോലിന് പല്ലുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് തുറന്ന് സ്വർഗത്തിൽ പ്രവേശിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ താക്കോല് കൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കില്ല എന്നായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മറുപടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ആ പല്ലുകളാണ് നിസ്കാരവും മറ്റു ഇബാദത്തുകളെല്ലാം. ഹാവ് എ നൈസ് ഡേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.